ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 9 ചൊവ്വ 2025. വാർത്തകളിലേക്ക്. ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ 50% ഇറക്കുമതി തീരുവയുടെ ആഘാതം അനുഭവിക്കുന്ന ഇന്ത്യൻ കയറ്റുമതിക്കാരെ സഹായിക്കാൻ സമഗ്ര സാമ്പത്തിക പാക്കേജ് കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് സർക്കാരെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തീരുവ വിവിധ മേഖലകളെ എങ്ങനെ ബാധിക്കുമെന്ന് വിലയിരുത്തുകയാണെന്നും അവർ പറഞ്ഞു. ചെമ്മീൻ, തുകൽ, ചെരുപ്പ്, മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക. 2024-2025 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ കയറ്റുമതിയുടെ 20% ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ US-ലേക്കായിരുന്നു. കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്നും കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സസ്പെൻഷനിൽ ഒതുക്കാമെന്നും മുഖ്യമന്ത്രിയും സർക്കാരും കരുതരുതെന്നും പ്രതിപക്ഷ VD സതീശൻ. പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നവരെ കോൺഗ്രസും UDF-ഉം സമരം തുടരുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പോലീസിനെതിരായ പ്രചാരണം ആസൂത്രമാണെന്നും മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. പോലീസ് സേനയിൽ എല്ലാവരും സർക്കാരിൻ്റെ പ്രതിച്ഛായയെ സംരക്ഷിക്കാൻ നടക്കുന്നവരല്ലെന്നും ദൃശ്യങ്ങൾ മാത്രം നോക്കി നടപടിയെടുക്കാനാകില്ലെന്നും മുൻപ് നടന്ന സംഭവത്തെ ഇപ്പോൾ നടന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുവെന്നും EP ജയരാജൻ പറഞ്ഞു. പോലീസിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിരോധവുമായി EP ജയരാജൻ രംഗത്തെത്തിയത്. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സമ്മിറ്റ് പരിപാടിയിൽ സംഘാടകരെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സദസ്സിൽ ആളില്ലാത്തതിനാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതെല്ലാം കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ടെന്നോ, എന്നാൽ താനിപ്പോൾ ഒന്നും പറയാനില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഇങ്ങനൊരു പരിപാടി ഇതുപോലെയാണോ നടത്തേണ്ടിയിരുന്നതെന്നും ചോദിച്ചു. വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കുഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം പാലക്കാട് പുതുശ്ശേരിയിൽ നടത്തുന്ന സമ്മറ്റിനിടെയാണ് വിമർശനം നടന്നത്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് ക്ഷണമില്ല. വ്യവസായ വകുപ്പ് പാലക്കാട് കഞ്ചിക്കോട് ഫോറം സംഘടിപ്പിക്കുന്ന കിഫ് ഇൻഡ് സമ്മിറ്റ് പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് അതൃപ്തിയെന്ന് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ P രാജീവ്, MP രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇൻഡ് സമ്മിറ്റിൽ വിളിക്കാത്തതിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി MP VK ശ്രീകണ്ഠൻ. പരിപാടിയെപ്പറ്റി തന്നെ അറിയിച്ചില്ലെന്നും വളരെ മോശമായി പോയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പരിപാടി സംഘടിപ്പിച്ചത് സംഘടിത രാഷ്ട്രീയ മനസ്സോടെയാണെന്നും പരിപാടിയിൽ ആളത്തോടെ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞുവെന്നും നാടിൻ്റെ വികസന വളർച്ചയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിചാരിക്കുന്നില്ലെന്നും MP ചൂണ്ടിക്കാട്ടി. പാലക്കാട് സംഘടിപ്പിച്ച കിഫ് ഇൻഡ് സമ്മിറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി K കൃഷ്ണൻകുട്ടിയും VK ശ്രീകണ്ഠൻ MPയും ക്ഷണിക്കാത്തതിൽ വിശദീകരണമായി സംഘാടക സമിതി. ചുരുങ്ങിയ സമയത്തുള്ള സംഘടിപ്പിച്ചതാണ് വിട്ടുപോയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വിശദീകരിച്ച്. കിഫ് ഇൻഡ് സമ്മിറ്റിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് നടന്നതെന്നും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിരവധി പരിപാടികൾ അടുത്ത മാസങ്ങളായി നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ശക്തൻ്റെ തട്ടകത്തിൽ പുലികൾ ഇറങ്ങി. താളമേള അകമ്പടിയോടെ അരമണി കിലുക്കി ചുവടുവെച്ച് പുലികൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കയറിയുടെ ആവേശം വാനോളമായി. ഇത്തവണ 9 സംഘങ്ങളിലും ആവേശമകൻ കുട്ടിപ്പുലികളുമുണ്ട്. സംസ്ഥാനത്ത് അകത്തുനിന്നും പുറത്തുനിന്നും നിരവധി പേരാണ് പുലിക്കളി കാണാൻ എത്തിയത്. തൃശ്ശൂർ നഗരത്തെ ആവേശത്തിൽ ആറടിച്ച പുലിക്കളിയിൽ വിയ്യൂർ യുവജന സംഘം ജേതാക്കളായി. സീതാറാം മിൽ ദേശത്തിനാണ് 2ാം സ്ഥാനം. നായ്ക്കനാൽ ദേശം 3ാം സ്ഥാനവും നേടി. ടാബ്ലോ, പുലിവണ്ടി, ഹരിതവണ്ടി എന്നിവയിൽ അയ്യന്തോൾ ദേശത്തിനാണ് 1ാം സ്ഥാനം. അയ്യന്തോൾ, കുട്ടൻ കുളങ്ങര, സീതാറാം മിൽ ദേശം, ചക്കാമുക്ക് ദേശം, നായ്ക്കനാൽ പുലിക്കളി സമാജം, വിയ്യൂർ യുവജന സംഘം, ശങ്കരക്കുളങ്ങര ദേശം, വെളിയന്നൂർ, പാട്ടുരയ്ക്കൽ എന്നിങ്ങനെ 9 ദേശങ്ങളിലായി 459 പുലികളാണ് ഇന്നലെ ശക്തൻ്റെ തട്ടകത്തിൽ ഇറങ്ങിയത്. ഓണാഘോഷത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളൊന്നായ പുലികളിയെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കാനുമായി തൃശ്ശൂർ ജില്ലയിൽ 8 പുലികളി സംഘങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സർക്കാർ ഉത്തരവായി. സാമൂഹ്യവും ഐക്യവും പങ്കാളിത്തവും പ്രതിഫലിപ്പിക്കുന്ന ഈ ജനകീയ കലാരൂപം ആയിരക്കണക്കിന് ആളുകളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നതായി ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം കേന്ദ്ര സഹായം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നു. സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാരാഘോഷം ഇന്ന് സമാപിക്കും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് വൈകിട്ട് 4-ന് മാനവീയം വീതിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് 51 കലാകാരന്മാർ മുഴക്കുന്ന ശംഖനാഥത്തിൻ്റെ അകമ്പടിയിൽ വാദ്യോപകരണമായ കൊമ്പ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരന് കൈമാറുന്നതോടെ സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളകൾക്ക് തുടക്കം കുറിക്കും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയ്ക്ക് 1:30-ക്ക്. ജലഘോഷയാത്രയ്ക്ക് ശേഷം മത്സരം വള്ളംകളി നടക്കും. 51 പള്ളിയോടങ്ങൾ ഘോഷയാത്രയുടെ ഭാഗമാകും. വള്ളംകളി പ്രമാണിച്ച് ചെങ്ങന്നൂർ, മാവേലിക്കര താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. ഒരുപാട് ആളുകൾ വിചാരിക്കുന്ന വേടൻ എവിടെയോ പോയതാണെന്നും എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ലെന്നും തൻ്റെ
ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും റാപ്പർ വേടൻ. പീഡന പരാതി വിവാദങ്ങൾക്കിടെ പത്തനംതിട്ട കോന്നിയിലെ സംഗീത പരിപാടിക്കിടെയായിരുന്നു വേടൻ്റെ പ്രതികരണം. ബലാത്സംഗ കേസിൽ ഇന്ന് തൃക്കാക്കര പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരിക്കെയാണ് വേടൻ്റെ പ്രതികരണം വന്നത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ UDF മുൻ കൺവീനർ PP തങ്കച്ചൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ആരോഗ്യനില അല്പം മെച്ചോടെ വെന്റിലേറ്ററിൽ പിന്തുണ മാറ്റിയതായി രാജഗിരി ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി. പക്ഷേ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെഡിക്കൽ ICUവിൽ തുടരാനാണ് തീരുമാനം. ഡോക്ടർ P. സരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തിക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചതായി ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ച വക്കീൽ വഴി നോട്ടീസ് അയച്ചെന്നും വിഷയത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനമെന്നും അവർ വ്യക്തമാക്കി. അസുഖബാധിതയായ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതിനാൽ സെപ്റ്റംബർ 6 മുതൽ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് മന്ത്രി R. ബിന്ദു. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനാൽ തൃശ്ശൂരിൻ്റെ സ്വന്തം പുലിക്കളി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖം മന്ത്രി രേഖപ്പെടുത്തി. സ്കൂളിൽ പ്രസവിച്ച് കിടന്ന നായക്കുട്ടിയെ കടിച്ചു. പനമരം ഗവൺമെൻറ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് നായ കടിച്ചത്. സ്കൂളിൽ ഉപയോഗിക്കാതിരുന്ന വലിയ വാഷ് ബേസിൽ ആണ് നായ പ്രസവിച്ച് കിടന്ന്. നായ നീക്കം ചെയ്തിരുന്നുവെങ്കിലും വീണ്ടും സ്കൂൾ വളപ്പിൽ എത്തുകയായിരുന്നു. ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് മലയാളി യൂട്യൂബർ മനാഫിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ബിൽത്താങ്കടിയിലെ SIT ഓഫീസിൽ ഉച്ചയ്ക്ക് 1:15 മനാഫ് എത്തിയത്. ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ മനാഫിനോട് SIT ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനാഫ് എത്തിയത്. T. അഭിഷേഷ്, ഗിരീഷ് മട്ടന്നവർ എന്നിവരെയും SIT ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുള്ള അന്തിമ വോട്ടർ പട്ടിക 2020 സെപ്റ്റംബർ 2 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനമൊന്നും കമ്മീഷൻ ഇതുവരെ എടുത്തിട്ടില്ല. കോൺഗ്രസ് പുറത്താക്കിയുടെ പാർട്ടി വിട്ട് CPL ചേർന്ന മുൻ മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ ഒരാഴ്ചകൾ വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തി. ആലപ്പുഴ DSP ആയിരുന്ന MR മധുബാബുവിനെതിരെ കൂടുതൽ ആരോപണമായി പരാതിക്കാരനായ പത്തനംതിട്ട സ്വദേശി വിജയൻ ആചാരി. മധുബാബു കോന്നി CA ആയിരിക്കെ നിരവധി കേസുകൾ പെടുത്തിയെന്നും ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും മോഷണ സ്വർണം വാങ്ങിയെന്ന് പറഞ്ഞ് മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചെന്നും വിജയൻ ആചാരി പറഞ്ഞു. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രമാണെന്നും വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഒരു ഏമാനാണെന്നും ആലപ്പുഴ DSP MR മധുബാബു. കസ്റ്റഡി മർദ്ദന ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് MR മധുബാബു. കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറിപ്പുമായി ആലപ്പുഴ DSP MR മധുബാബു രംഗത്തെത്തിയത്. റിട്ടയർമെൻറ്റിന് ശേഷം ഏമാൻ ഇവൻ്റെ മാനേജ്മെൻറ്റ് തുടങ്ങുകയാണെന്നും പറ്റിയ പണിയാണെന്നും മധുബാബു പരിഹസിച്ചു. കോഴിക്കോട് മടവൂരിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാവിൽ നിന്ന് പണം തട്ടിയ കേസിൽ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. മാവേലിക്കര സ്വദേശി ഗൗരിനന്ദ, പാണഞ്ചേരി സ്വദേശി അൻസിന, ഭർത്താവ് മുഹമ്മദ് അഫീഫ് എന്നിവരാണ് പിടിയില്ലാതെ. യുവാവുമായി അടുപ്പം സ്ഥാപിച്ച് പണം തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. യുവാവിനെ മടവൂരുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് 1.35 ലക്ഷം രൂപ തട്ടിയെടുത്തത്. കേരളത്തിലെ മലയോര മേഖലയിൽ പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനത്തിലെ സംസ്ഥാന പെറ്റ് ബോട്ടിൽ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി വിവഞ്ചികയുടെയും 1.5 വയസ്സുകാരിയായ മകൾ വൈഫയുടെയും കേസിൽ വിവഞ്ചികയുടെ ഭർത്താവിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേരള ക്രൈംബ്രാഞ്ച് പോലീസാണ് വിവഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. നിലവിൽ UAയിലാണ് വിവഞ്ചിയുടെ ഭർത്താവ് നിതീഷ് മോഹൻ. വിവഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത്. മകളെ യാത്രയക്കാനായി കൊട്ടാരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ വീട്ടമ്മ ട്രെയിനിന് അടിയിൽപ്പെട്ടു മരിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അപകടമുണ്ടായത്. കടക്കൽ സ്വദേശി മിനി ആണ് മരിച്ചത്. ലഗേജ് ട്രെയിനിൽ വെച്ച ശേഷം മകളോട് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ട്രെയിൻ മുന്നോട്ടെടുത്തപ്പോൾ മിനി വീഴുകയായിരുന്നു. കാണാതായ സ്കൂൾ വിദ്യാർത്ഥിയെ പുൽപ്പള്ളി ടൗണിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടങ്ങളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മീനംകൊല്ലി കനിഷ്ക നിവാസിൽ കുമാറിൻ്റെ മകൾ കനിഷ്കയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.